ഹലോ. കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായാണ് നമ്മളിന്ന് നിളാതീരത്ത് എത്തിയിരിക്കുന്നത്. ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായി പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ യാഗം ചെയ്ത പുണ്യഭൂമിയാണ് തിരുനാവായ. അതിവിശിഷ്ടമായ മാഘമാസത്തിലാണ് ബ്രഹ്മദേവൻ യാഗം നടത്തിയത്. യാഗസമയത്ത് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സമസ്ത പുണ്യതീർത്ഥങ്ങളും നിള നദിയിൽ സംഗമിക്കുന്നു എന്നും അങ്ങനെ നിള ഭാരതപ്പുഴയായി മാറിയെന്നും ഐതിഹ്യം. സപ്തസ്ത്രീകളും ദേവതകളും പങ്കെടുത്ത ഈ യാഗത്തിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മാഘമാസത്തിൽ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യം നിളയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ ആഘോഷമായി തിരുനാവായയിൽ മഹാമാഘമഹോത്സവം നടന്നുകൊണ്ടിരുന്നത്. പ്രധാന ചടങ്ങുകൾക്ക് പുറമെ വിവിധ പ്രഭാഷണങ്ങളും കലാ സാംസ്കാരിക പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ എത്തിയ സമയത്ത് മാധവ ഗണിത പുരസ്കാര സമർപ്പണം നടക്കുകയായിരുന്നു. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടഭാഗത്തുകൂടിയാണ് നിള ആരതി നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയൊരുക്കിയിരിക്കുന്നത്. ജനുവരി 19 മാഘഗുപ്ത നവരാത്രി ആരംഭത്തിൽ നടക്കുന്ന ധ്വജാരോഹണത്തോടെ ആരംഭിച്ച ഈ കുംഭമേള ഫെബ്രുവരി 3 വരെയാണ് നടക്കുന്നത്. നിള സ്നാനം, നിള ആരതി എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക വഴി ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. റോഡ് മാർഗവും റെയിൽ മാർഗവും വിമാനമാർഗവും ഇവിടേക്ക് എത്തിപ്പെടാവുന്നതാണ്. തൊട്ടടുത്തുള്ള എയർപോർട്ട് കരിപ്പൂർ വിമാനത്താവളമാണ്. ട്രെയിൻ മാർഗം വരുന്നവർക്ക് തിരുനാവായ, കുറ്റിപ്പുറം, തിരൂർ എന്നീ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് എത്തിപ്പെടാവുന്നതാണ്. റോഡ് മാർഗം വരുന്നവർക്ക് വടക്കൻ കേരളത്തിൽ നിന്നും വരുന്നവർക്ക് പരപ്പനങ്ങാടി, താനൂർ, തിരൂർ വഴിയും തെക്കൻ കേരളത്തിൽ നിന്നും വരുന്നവർക്ക് തൃശ്ശൂർ, ഗുരുവായൂർ, പൊന്നാനി വഴിയോ അല്ലെങ്കിൽ കുന്നംകുളം, എടപ്പാൾ വഴിയോ എത്തിപ്പെടാവുന്നതാണ്. ഭക്തജനങ്ങൾക്ക് നിളയുടെ തീരത്ത് ആരതി സമർപ്പിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 50 രൂപയാണ് നിള ആരതി സമർപ്പിക്കാനുള്ള ചാർജ്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിരാതും അതിൻ്റെ അകത്തുള്ള സാധനങ്ങളും നമുക്ക് തരുന്നതായിരിക്കും. ഭക്തജനങ്ങൾക്ക് ചിരാത് വാങ്ങിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം നിളയുടെ തീരത്ത് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്തജനത്തിരക്ക് കാരണം നിള ആരതി വ്യക്തമായി കാണുന്നതിനായി നിളാതീരത്തേതുപോലെ തന്നെ തവന്നൂർ ക്ഷേത്ര പരിസരത്തും നിള ആരതി നടന്നു വരുന്നു. എന്ന് പറഞ്ഞാൽ ശ്രീചക്രമാണ്. ശ്രീചക്രത്തിൻ്റെ അടുത്തിരിക്കുന്ന വാരാഹി ദേവി, മാതങ്കി ദേവി, ത്രിപുരസുന്ദരിയാണ് ഇരിക്കുന്നത്. മഹാമേരി. ഈ വിളക്കിൽ 4 ചൈതന്യങ്ങളാണ്. കൊടുങ്ങല്ലൂരമ്മ, കന്യാകുമാരി ദേവി, മൂകാംബിക ദേവി, ഹേമാംബിക. 4 ചൈതന്യങ്ങളാണ് വിളക്കിൽ. ഇത് എവിടുന്ന് കൊണ്ടുവന്നത്? ഇത് ത്രിമൂർത്തിമല, തമിഴ്നാട് പൊള്ളാച്ചിക്കടുത്തുള്ള ത്രിമൂർത്തിമല എന്നാണ് കൊണ്ടുവന്നത്. അവിടെ രഥയാത്രയോടുകൂടി വളരെ ഇതായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവരാണ്. ബ്രഹ്മാവും ശിവനും മഹാവിഷ്ണുവും. ഇവിടെ ത്രിമൂർത്തി സംഗമ ഭൂമിയാണ് തിരുനാവായ. അതായത് നമ്മൾ വന്നത് ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടിയാണെങ്കിൽ അക്കരെയുള്ളത് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രമാണ്.
ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പോൾ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മാഘമഹോത്സവം നടക്കുന്ന എല്ലാ ഭാഗത്തും സേവാഭാരതിയുടെ വക കുടിവെള്ളം നൽകി വരുന്നുണ്ട്. ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോൾ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു തുടങ്ങി. നമ്മുടെ ഏതൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ പറയുന്നത്. നാം സ്വയം അനുസരിക്കാനുള്ള ശീലമുണ്ടാകണം. നാം സ്വയം അനുശാസനവും ശീലവുമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തരും അവനവനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മറ്റൊരാളുടെ വാർത്തകൾ കേൾക്കാതെ തന്നെ നാം സ്വയം ഇരുന്ന് ഈ പരിപാടികൾ സഹകരിക്കണം. 6:30 പാലത്തിലേക്കൂടെയുള്ള എൻട്രി ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ആ സമയമാകുമ്പോഴേക്കും ആരതി ചെയ്യാനുള്ള പണ്ഡിറ്റുകൾ വന്നു തുടങ്ങും. ആറരയ്ക്ക് ശേഷം പ്രാർത്ഥനകൾ ഓരോന്നായി തുടങ്ങും. ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേക്കും ആരതിക്കുള്ള സമയമാവും.